ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതായത് ഷോർട്സ് അല്ല, ഇതൊരു ചെറിയ ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളുകൾ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. ഭയങ്കര ബിസിയായിരുന്നു എന്ന് വെച്ചാൽ പഠിക്കുക, പണിയെടുക്കുക, വരിക, കിടന്നുറങ്ങുക, തിന്നുക, പണിയെടുക്കുക, പഠിക്കുക, ഉറങ്ങുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്നെനിക്ക് കുറേ സമയമുണ്ട്, ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു ഡേ പോയാൽ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഞാൻ മറന്നുപോയി. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്താ പറയുക, എൻ്റെ ഒരു ഇന്നത്തെ ടൈം ടേബിളിൽ എനിക്കൊന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയോ വന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ച്, ബാക്കിയൊക്കെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോകണം. കടയിൽ തൊട്ടപ്പുറത്ത് നമ്മളപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് വീടൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ഇത് വേറൊരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ കടകളും ഉണ്ട്. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ, പക്ഷെ പോകാറില്ല. അതാ അപ്പം ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു എനിക്ക് എന്തായാലും ഒന്ന് കടയിൽ പോകണം. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഒന്ന് കാനഡയൊക്കെ കാണിച്ചു തരാം. അതിന് മാത്രമൊന്നുമില്ല, കുറച്ച് കടകളും ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ബൈ റോക്സാന സുബൈർ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളുടെ വിൻ്ററൊക്കെ കഴിഞ്ഞു, സമ്മറായി. വാവ്, നല്ല വെയിലുണ്ട്, നല്ല രസമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ജാക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സ്വതന്ത്രരായി നടക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും തീർന്നു പോയി സ്റ്റോക്ക് സ്ട്രോബെറിയുടെ. നമുക്കപ്പോൾ ഇതെടുക്കാം. കൊള്ളല്ല, ഇതൊന്നും എടുക്കാനല്ല, ഇതൊക്കെ ഒരു സന്തോഷം. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വരിക, ട്രൈ ചെയ്യുക, തിരിച്ചതേപോലെ അവിടെ വെച്ചിട്ട് പോവുക, അതും ഒരു ഹാപ്പിനെസ് അല്ലേ. ഇവിടെ നമ്മളുടെ എന്താ പറയുക, തിന്നണ സാധനങ്ങൾ മാത്രമല്ല, ബാഗ്, കണ്ണട, ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, ബെൽറ്റ്, വാച്ച്, പേഴ്സ്, കമ്മൽ, എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിവിടെയൊക്കെ വന്നേക്കണതൊന്നും വാങ്ങാനല്ല, ഇഷ്ടപ്പെട്ടതൊക്കെ ഇവരുടെയൊക്കെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാം. അതാണ് എൻ്റെ ഒരു എന്താ പറയുക ലക്ഷ്യം. ഇവിടെ കിടക്കണ എല്ലാ സാധനത്തിൻ്റെയും സൗന്ദര്യം കണ്ട് ആസ്വദിക്കാം. ദിസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ഇച്ചു. ഇത് കാണുന്നുണ്ടോ? കണ്ടു, സോ മെനി ഹോട്ട് വീൽസ്. വാവ്, കണ്ട ഒരുപാടുണ്ട്. പോലെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു കൾച്ചറാന്ന് തോന്നുന്നു. ഓരോ പരിപാടിക്കും കാർഡ് കൊടുക്കുക. നമ്മളെ നാട്ടിൽ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കാർഡ്, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കൂടുമ്പോൾ കാർഡ് കൊടുക്കും, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്കും കാർഡ് കൊടുക്കുമായിരുന്നു. പിന്നെ അതൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അതൊന്നും വാങ്ങണില്ല എന്നാണ് എൻ്റെ ഒരു, എനിക്കറിയില്ല, കാരണം ഞാനിപ്പോൾ അങ്ങനെ ഒന്നും കാണലില്ല. പക്ഷേ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് കൂടിയ ഒരു കാർഡ്, ഒരു ഗിഫ്റ്റിൻ്റെ ഒപ്പം ഒരു കാർഡ് നിർബന്ധം. അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിനൊരു കാർഡ് വാങ്ങി നമ്മളങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആയിരുന്നു. ഞാൻ പണ്ട് പപ്പാടെയും ഉമ്മച്ചിയുടെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ പടമൊക്കെ വരച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതി കുറേ ഭയങ്കര ക്രിയേറ്റീവാണെന്ന് നമ്മൾ തന്നെ വിചാരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത കാലങ്ങളുണ്ടായിരുന്നു. എല്ലാം ഉണ്ട് കേട്ടോ, സ്റ്റേഷനറി, നമ്മൾക്ക് എന്താ പേന, പെൻസിൽ, ബുക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കാർഡ്സ് ഉണ്ട്, ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്, എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. ഹോം അപ്ലയൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇട്ടത് നേരെ അവിടെ ടർക്കികളിരിക്കുന്നുണ്ട് നമ്മളുടെ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഞാനിവിടേക്ക് ഒന്നും അങ്ങനെ വരാറില്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതല്ലാതെ അങ്ങനെ നമുക്ക് അത്യാവശ്യമൊന്നും വരാറില്ലല്ലോ.
നമ്മളുടെ എന്താ പറയുക, നമുക്ക് വേണ്ടത് ഫുഡ് ഐറ്റംസ്, ഫുഡ് സാധനങ്ങളൊക്കെ എടുക്കുക, തിരിച്ചു പോവുക. ഇവിടെയൊക്കെ ഒന്നും ഞാൻ അങ്ങനെ വരാറില്ല. ഇപ്പം ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. കാനഡയിലോട്ട് വന്ന ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ പില്ലോ ആണല്ലോ. അപ്പോൾ പില്ലോ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഈ $5 ഈ പില്ലോ ആണ് നമ്മൾ വാങ്ങിച്ചത്. ഇപ്പോഴും നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളൊരു പുതയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചിരുന്നു, ഒരു $18. അതിവിടെ ഞാൻ വരുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്തായാലും. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പം ഇതിന് $29 അന്ന്. ഇനി അതിൻ്റെ സൈസിൻ്റെ വ്യത്യാസമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് ഞാനൊരു $19 അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. വന്നിറങ്ങിയ ആ ദിവസം എനിക്ക് ഓർക്കാനേ ഇഷ്ടമില്ല. ഭയങ്കര വിഷമിച്ച് നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടായ റൂം, ആദ്യമായിട്ട് വേറെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കണ റൂമിൽ ബെഡുണ്ട്, പുതയ്ക്കാനില്ല, ഫുഡില്ല, ഒന്നുമില്ലാണ്ടിട്ട്. പിന്നെ ഫസ്റ്റ് ഡേ എനിക്ക് ഓർക്കാനും കൂടി ഇഷ്ടമില്ല. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിങ്ങനെ വേദന എടുക്കും. ഇഷ്ടമില്ലാത്തൊരു ദിവസമാണ് അത്. പക്ഷെ പിന്നീട് നമ്മൾ ഓക്കെ ആയി. പിന്നീട് നമ്മളൊക്കെ പതുക്കെ എന്താ പറയുക, യൂസ്ഡായി വന്ന്. നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോണേണ്. പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല എനിക്ക് കറങ്ങാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ചെക്കൗട്ട് പോണ വഴിയിൽ കണ്ട കുഞ്ഞു കുറേ മിഠായികളും സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ആകർഷിക്കാൻ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചെടുത്ത് നമ്മൾ കാർട്ടിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ബിസിനസ് ട്രിക്കേ. പക്ഷെ നമ്മൾ ഇടില്ല. ഓക്കെ. കൂടുതലും സെൽഫ് ചെക്കൗട്ട്സ് ആണുള്ളത്. അതിവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സെൽഫ് ചെക്കൗട്ട്സ് ആണ്. കാരണം നമുക്ക് അതിനെ ചെക്കൗട്ട് ചെയ്യാം അവിടെ. അല്ലാണ്ടും ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതലും പൊതുവേ ഇത് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചില സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടി വരും. അതായത് വല്ല ഒരു മിനിറ്റ് ചില പഴങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും. അപ്പോൾ ഇത്രയെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് പ്രിൻ്റ് ഓൺലി മതി നമുക്ക് തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മളുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. കാരണം എനിക്ക് കുറച്ച് തുണികൾ ലോണ്ടറി കഴുകാനുണ്ട്. അപ്പോൾ അത് ഇടണം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 6 മണിയായി. 6 മണിയായിട്ടും കണ്ട നല്ല സൂപ്പർ വെളിച്ചമാണ്. ഇപ്പോൾ 8 മണിയൊക്കെ കഴിയുമ്പോഴാണ് സൺസെറ്റ്. അതുകൊണ്ട് നമുക്ക് 8 മണി വരെ നല്ല വെളിച്ചമടിക്കുള്ളൂ. അതുകൊണ്ട് സമയം പോണത് അറിയില്ല. ഇപ്പോൾ തന്നെ 6 മണിയായി. അപ്പോൾ നമുക്കിനി വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകാം. നോക്കൂ ആരാ വന്നിരിക്കുന്നേ. ഹലോ പറ. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. സുബേർക്കയും വന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. തുണി കഴുകാനിടണം. പിന്നെ കുറച്ച് സാധനങ്ങൾ റിട്ടേൺ കൊടുക്കാനുണ്ട്. ടെമോന്ന് ഓർഡർ ചെയ്തത്. ടെമോന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഇവിടെ. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ ഒരു 90% നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമല്ല നമുക്ക് കിട്ടിയത്. ഇച്ചിരി ക്വാളിറ്റി ഇഷ്യൂസ്, പിന്നെ കുറച്ച് പറ്റിക്കൽസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പോകണം. വാൾമാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചു. സുബേർക്ക ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിട്ടേൺ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തുണി കഴുകാനിട്ടിട്ട് വേണം നമുക്ക് അത് മാറ്റിയ പണിക്ക് പോകാൻ. ഓക്കെ. അപ്പോൾ നമ്മളെ പ്രൊഡക്ട്സ് റിട്ടേൺ കൊടുക്കാൻ പോണേണ്. ഞാനങ്ങനെയാണ് പറയണത്. അപ്പോൾ പോവുകയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണ് നമ്മുടെ വീട്ടിൽ വരും അല്ലേ? എനിക്ക് അങ്ങനെയാണ് അല്ലേ? വീട്ടിൽ വരും, അല്ലാണ്ടുള്ളതില്ല. നമ്മളെ വീട്ടിൽ വന്ന് പ്രൊഡക്ട്സ് എടുത്തോണ്ട് കൊണ്ടുപോയിക്കോളും അവര്. പക്ഷെ ഇവിടാന്ന് വെച്ചാല് നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം റിട്ടേൺ കൊടുക്കണ സാധനങ്ങൾ. അതിന് കുറച്ച് സെന്ററുകളുണ്ട് ഇവിടെ. അപ്പോൾ ഏത് ആപ്പിൽ നിന്നാണോ നമ്മൾ വാങ്ങിച്ചത് ആ ആപ്പിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊണ്ടുപോയി ആ ഇന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യണം. ചിലപ്പോൾ ചില
ആപ്പുകാർ അതിൻ്റെ റെസിപ്റ്റ് എന്തോ QR കോഡോ നമ്മളോട് പ്രിന്റ് എടുത്ത് അതിൽ ഒട്ടിച്ചിട്ട് വേണം. ഒട്ടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ ഒട്ടിക്കും. പക്ഷെ പ്രിന്റഡ് ആ പേപ്പറും കൂടി കൊടുക്കാൻ പറയും. പക്ഷെ ആമസോണിനൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നണം. ആ പെട്ടി ചുമ്മാ കൊണ്ട് അവിടെ കൊടുത്താൽ മതിയില്ലേ. ചില ഈ ഷീൻ നോർമലി ചെറിയ ഓർഡറുകൾക്ക് ചിലപ്പോ നമ്മൾ ഇത് ചെയ്യേണ്ടി വരില്ല. പക്ഷെ ഒരേ ടൈമില് വലിയ ഓർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് എക്സ്ട്രാ മേടിച്ച് ഒട്ടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പോഴത്തെ നമ്മളുടെ ഓർഡറിന് അങ്ങനെ ചെയ്യണം. അപ്പോ നമ്മള് ടെമൂന്നാണ് വാങ്ങിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടെമൂ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഇവിടെ. അതായത് നമുക്ക് കുറേ പ്രൊഡക്ട്സ്, എല്ലാ പ്രൊഡക്ട്സ് ഉണ്ടാവും, ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പക്ഷെ എല്ലാം നല്ലതാണെന്നില്ല. എന്നാ ഒന്നും കൊള്ളൂലെന്നല്ല, ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈസ് ആയിരിക്കില്ല ചിലപ്പോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും റിവ്യൂസ് ഒന്നും ഇല്ല, ഇന്റർഫേസ് തന്നെ കൊള്ളൂല. ചൈനീസ് ആപ്പാണത്. ഇവന് ഇഷ്ടല്ല, ഇവന് അത്ര താല്പര്യമില്ല ആപ്പ്. പക്ഷെ ചില സാധനങ്ങളൊക്കെ നല്ലത് ഉണ്ടാവാറുണ്ട്, വാങ്ങണവരും ഉണ്ട് ആപ്പിൽ നിന്ന്. പക്ഷെ നമ്മളങ്ങനെ പൊതുവെ അങ്ങനെ അധികം വാങ്ങാറില്ല. അങ്ങനെ ആമസോണാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങി നോക്കിയതാണ്, പക്ഷെ ഇവനൊന്നും ഇഷ്ടമായില്ല. അപ്പം അത് കാരണം അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോണിയാണ്. അപ്പം നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വാൾമാർട്ടിൽ പോയില്ലേ, അതിൻ്റെ തൊട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ അല്ലേ പോകണം? സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞ കടയുണ്ട്. ആ കടയിൽ നിന്നാണ് നമ്മൾ പോണത്. അതിങ്ങനെ അത് ഇവിടുത്തെ ഒരു ഷോപ്പാണ്. അവിടെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രിന്റും ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടെ തന്നെ റിട്ടേണും കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ പോകാം. സുബേർക്ക ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെന്ന് വെച്ചാൽ, നമുക്ക് നാട്ടിലത്തെ പോലെ നമുക്ക് ആരും എടുത്തൊന്നും തരില്ല, നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ അവിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ഏതിൽ നിന്നാണ് അത് ഇമെയിൽ ചെയ്ത് കൊടുക്കണമെന്ന് ചൂസ് ചെയ്ത് നമ്മൾ മൊബൈലിൽ നിന്ന് ചൂസ് ചെയ്യണം. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു $5 അടയ്ക്കണം. എന്നിട്ട് നമ്മൾ അവർ തരുന്ന മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് എന്താണോ പ്രിൻ്റ് അല്ലെങ്കിൽ കോപ്പി എടുക്കാനുള്ളത് അത് അയച്ചു കൊടുത്തിട്ട് അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ കോപ്പി എടുക്കുക. അങ്ങനെയാണ് ഇവിടെ ചെയ്യണത്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക, കളർ എടുക്കുക, എന്താണെങ്കിലും എടുക്കുക. അപ്പോൾ എത്ര രൂപയാണോ നമുക്ക് ആയത് അത് അവസാനം കാണിക്കും. അപ്പോൾ ആ പൈസ മാത്രം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ $5 നമുക്ക് കൊടുത്തില്ല ആദ്യം, അതിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി പൈസ നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു കയറും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതേ കറക്റ്റായിട്ട് നമ്മുടെ പേപ്പർ നമുക്ക് കോപ്പി അടിച്ച് കിട്ടി. നമ്മൾ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഷിപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ റിട്ടേൺ കൊടുത്തു. നമ്മൾ നെക്സ്റ്റ് കനേഡിയൻ ടയറിലേക്ക് പോയാണ്. സുബേറിന് എന്തോ നമ്മളപ്പോൾ കനേഡിയൻ ടയറിൽ വന്നേക്കണാണ്. ഇവിടുത്തെ എന്ത് കടയാടാ ഇത്? കാറിൻ്റെ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കനേഡിയൻ ടയർ. അപ്പോൾ നമ്മൾ ടയർ നോക്കാൻ വേണ്ടി വന്നേക്കണാണ്. സുബേറിന് ഇപ്പോൾ സമ്മർ ആയല്ലോ, ഇപ്പോൾ ഇവിടെ വിൻ്ററിന് ഒരു ടയർ, സമ്മറിന് വേറെ ടയറാണ്. നമ്മൾ സമ്മർ ടയർ നോക്കാൻ വേണ്ടി ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണേണ്. ആക്ച്വലി ഇതൊരു കനേഡിയൻ റീറ്റെയിൽ ഷോപ്പാണ്. ഇവിടെ ഓട്ടോമോട്ടീവ് മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് സ്പോർട്സിൻ്റെ ഐറ്റംസ് കിട്ടും, അതുപോലെ ഹാർഡ്വെയർ, പിന്നെ അത് മാത്രമല്ല ഹൗസിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളടക്കം നമുക്ക് ഈ കടയിൽ കാണാൻ പറ്റും. ഇതേ കണ്ട നിറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ ഇച്ചിരി ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ നമുക്ക് ചിരി വന്നു. അപ്പോൾ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഓരോ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് കളിച്ച് വെറുതെ ഇങ്ങനെ ഫണ്ണാക്കി നിൽക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ കനേഡിയൻ ടയറിലും കയറി ഇറങ്ങി. ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് പ്രൈസൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. ജസ്റ്റ് അപ്പോൾ അവിടെ ചുമ്മാ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വേണേണ്. വീട്ടിൽ പോയിട്ട് എനിക്ക് ലോണ്ട്രിയൊക്കെ എടുത്ത് വെക്കണം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയ കുട്ടി വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.